നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിമിക്രി വേദികളിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ താരമാണ് കലാഭവൻ ഷാജോൺ. കലാഭവൻ മണിയുടെ ഡ്യൂപ്പായിട്ടായിരുന്നു ഷാജോൺ സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് തിളക്കം, സദാനന്ദന്റെ സമയം, CID മൂസ, റൺവേ രസികൻ തുടങ്ങിയ തുടർച്ചയായ ദിലീപ് ചിത്രങ്ങളിൽ വരാൻ തുടങ്ങിയതോടെയാണ് ഷാജോണിന്റെ കരിയറിൽ വെളിച്ചം വന്ന് തുടങ്ങുന്നത്. നടനായി മാത്രമല്ല സംവിധായകനായും ഷാജോൺ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തനിക്ക് വേദനയുണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് ഷാജോൺ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. മോഹൻലാലിന് കേണൽ പദവി കിട്ടിയ സമയത്തെ ഒരു തമാശ തന്നെ വേദനിപ്പിച്ചതിനെ കുറിച്ച് സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ ഷാജോൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. പട്ടാള സിനിമയിൽ അഭിനയിച്ച് മോഹൻലാൽ കേണൽ ആയതുപോലെ സ്ഥിരം പോലീസുകാരനായി അഭിനയിച്ച ഷാജോണിനെ പാറാവുകാരൻ എങ്കിലും ആക്കണം എന്നതായിരുന്നു അന്നത്തെ കാലത്തെ ആ തമാശ. വേദനിപ്പിച്ചു എന്നല്ല, എവിടെയൊക്കെയോ ചെറിയൊരു നോവുണ്ടായി എന്നാണ് അതേക്കുറിച്ച് ഷാജോൺ പറയുന്നത്. ഞാൻ അന്നും ഇന്നും പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ആളല്ല. ഓരോ സമയത്തും നമ്മളിലേക്ക് എന്താണോ വരുന്നത് അതനുസരിച്ച് ചെയ്യുക എന്നതാണ്. അല്ലാതെ നാളെ മറ്റേ ആളെ വിളിച്ച് ആ പടത്തിൽ കയറണം, അല്ലെങ്കിൽ ഇവനെ വെട്ടിയിട്ട് മുന്നോട്ട് പോകണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ അറിയത്തില്ല. പ്ലാൻ ചെയ്താലും ചെയ്യാൻ സാധിക്കത്തുമില്ലെന്നും ഷാജോൺ പറയുന്നു. നമ്മളിലേക്ക് ഓരോ വേഷങ്ങൾ വരുന്നു, അത് ചെയ്യുന്നു. നമ്മളെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഉദയേട്ടൻ, സിബി ചേട്ടൻ, തോമസ് ഏട്ടൻ, ജോണി ചേട്ടൻ, അങ്ങനെ കുറെ പേർ. അവരുടെ സിനിമകളിൽ ഒരു സീനാണെങ്കിൽ പോലും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെ വിളിച്ച് അങ്ങ് തരും. അത് മിക്കപ്പോഴും പോലീസുകാരനായിരിക്കും. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയതിനാൽ പോലീസുകാരൻ ഉണ്ടെങ്കിൽ ഇത് ഷാജോൺ ആണേ എന്ന് തിരക്കഥയുടെ സമയത്തെ മാറ്റിവെക്കുമെന്നും ഷാൻ പറയുന്നു. നമുക്ക് മിമിക്രി ഉണ്ട്, ഇതിനിടെ സിനിമ വരുന്നു, ചെയ്യുന്നു. അല്ലാതെ ഇത് തന്നെ കുറെ തവണ ചെയ്താൽ ടൈപ്പ് കാസ്റ്റായി പോകും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി അന്നുമില്ല, ഇന്നുമില്ല. ചെറുതാണെങ്കിലും അവർ നമുക്ക് വേണ്ടി തരുമല്ലോ. പക്ഷേ അന്ന് നിന്നതിന്റെയും കാണിച്ച ആത്മാർത്ഥതയുടെയും പ്രതിഫലമായിരിക്കണം പോലീസ് വേഷം തന്നെ ഒരു ബ്രേക്കായി എന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അതിനാൽ അതിലൊന്നും ടെൻഷൻ അടിച്ച് കാര്യമില്ലെന്നാണ് താരം പറയുന്നത്. മിമിക്രിക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയതായി തോന്നിയിട്ടില്ല. കുഞ്ഞിക്കൂനന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ചെല്ലുകയും റഷീദിക്ക മേക്കപ്പ് ടെസ്റ്റ് നടത്തുകയും കോസ്റ്റ്യൂംസിന്റെ അളവെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. സംവിധായകൻ ഓക്കെ പറയുകയും ചെയ്തു. പക്ഷെ എന്തോ കാരണം കൊണ്ട് മാറിപ്പോയി. അത് കഴിഞ്ഞ് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ റഷീദിക്ക സായി ചേട്ടന്റെ ഗെറ്റപ്പ് എനിക്ക് കാണിച്ചു തന്നുവെന്നും ഷാജോൺ പറയുന്നു. ഞാൻ ഞെട്ടി. എന്റെ ഇക്ക ഇത് സായി ചേട്ടൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. റഷീദിക്ക അത് കലക്കി ഷാജോണെ എന്ന് പറഞ്ഞ് കൈ തന്നു. നമ്മൾ അത് മനസ്സിലാക്കുക എന്നതാണ് കാര്യം. സിനിമ കണ്ടപ്പോൾ ഉറപ്പിച്ചു, സായി ചേട്ടനല്ലാതെ വേറെ ആരും ചെയ്യേണ്ടതല്ലാത്ത ക്യാരക്ടർ ആയിരുന്നു അത്. നമ്മൾ ഇത് ചെയ്തിരുന്നുവെങ്കിൽ വേറെ രീതിയിലായിരുന്നേനെ. പക്ഷെ അതിന് അനുയോജ്യനായ സായി ചേട്ടൻ തന്നെയാണ്. എനിക്ക് കിട്ടാത്തത് ഓർത്ത് ഞാൻ സങ്കടപ്പെടാറില്ല. കാരണം സ്വപ്നം കണ്ടതിലും അപ്പുറം ദൈവം തന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും താരം പറയുന്നു. തുടക്കത്തിൽ കോമഡി വേഷങ്ങളിലായിരുന്നു കയ്യടി നേടിയതെങ്കിലും പിന്നീട് വില്ലനായും നായകനായും എല്ലാം ഷാജോൺ ശ്രദ്ധ നേടുകയായിരുന്നു. കലാഭവൻ മണിയുടെ ഡ്യൂപ്പായി സിനിമയിലെത്തിയ ഷാജോണിന് കരിയർ ബ്രേക്ക് നൽകിയ ദൃശ്യം സിനിമയിലെ കഥാപാത്രം കിട്ടാൻ കാരണവും കലാഭവൻ മണി തന്നെയായിരുന്നു. മണി പിന്മാറിയ സാഹചര്യത്തിലാണ് ഷാജോണിലേക്ക് ആ വേഷം എത്തിയത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.